ടി.ജി. പൗലോസിനെ അനുസ്മരിച്ച് വേങ്ങൂരിലെ കോൺഗ്രസ് പ്രവർത്തകർ. വേങ്ങൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അന്തരിച്ച ടി.ജി. പൗലോസിന്റെ അനുസ്മരണം സംഘടിപ്പിച്ചു. മുഖ്യ അതിഥിയായി പങ്കെടുത്തത് പുതുപ്പള്ളി എം.എൽ.എ. ചാണ്ടി ഉമ്മൻ. വേങ്ങൂരിലെ കോൺഗ്രസ് പാർട്ടിക്ക് വലിയ ഊർജം പകർന്ന നേതാവായിരുന്നു അന്തരിച്ച ടി.ജി. പൗലോസ്. അദ്ദേഹം മരണമടഞ്ഞിട്ട് 2 വർഷം ആവുകയാണ്. ത്രിതല പഞ്ചായത്ത് സംവിധാനം നിലവിൽ വന്നപ്പോൾ ആദ്യത്തെ പഞ്ചായത്ത് പ്രസിഡന്റ്, തുടർന്ന് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്, ദീർഘകാലം INTUC യൂണിയൻ പ്രസിഡന്റ് എന്നീ നിലകളിൽ വേങ്ങൂരിലെ കോൺഗ്രസ് പ്രവർത്തകരുടെയും പൊതുസമൂഹത്തിന്റെയും മനസ്സിൽ ഇടം നേടിയ വ്യക്തിത്വമാണ് ഇദ്ദേഹം. ഈ സാഹചര്യത്തിൽ വേങ്ങൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച അനുസ്മരണ ചടങ്ങുകൾ എൽദോസ് കുന്നപ്പള്ളി എം.എൽ.എ. ഉദ്ഘാടനം ചെയ്തു. ഛായാചിത്രത്തിൽ പുഷ്പാർച്ചനയും നടത്തി. ഓർമ്മദിനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ അനുസ്മരിക്കുമ്പോൾ നിങ്ങളുടെയൊക്കെ മനസ്സിലും എൻ്റെ മനസ്സിലും അദ്ദേഹത്തിന്റെ രൂപവും സ്വഭാവ സവിശേഷതകളും ഭാവവും രാഷ്ട്രീയ പ്രവർത്തന രംഗത്തുള്ള ശൈലിയുമൊക്കെ മനസ്സിൽ പെട്ടെന്ന് കടന്നു വരും. ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിലും പൊതുവായി എല്ലാവരുടെയും മരണദിനം നമ്മൾ ആചരിക്കാറില്ല. പക്ഷെ സമൂഹത്തിൽ ജീവിച്ചിരുന്നപ്പോൾ ഒട്ടേറെ നല്ല കാര്യങ്ങളും നന്മകളും പ്രവർത്തിച്ചിരിക്കുന്ന ആളുകളെ മരണശേഷം ഓർമ്മിക്കുകയും അവരുടെ ചിത്രത്തിന് മുന്നിൽ നമ്മൾ പുഷ്പങ്ങൾ അർപ്പിച്ച് ആത്മാവിനെ നിത്യശാന്തിക്കായി പ്രാർത്ഥിക്കുകയും ചെയ്യുക ഒരു പതിവുണ്ട്. ടി.ജി. പൗലോസേട്ടൻ കോൺഗ്രസ് നേതാവ് എന്ന രീതി വേങ്ങൂരിൽ പാർട്ടിയുടെ മുന്നോട്ടുള്ള പ്രയാണത്തിലും വളർച്ചയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന രീതിയിൽ, പഞ്ചായത്തിന്റെ പിന്നീട് വൈസ് പ്രസിഡന്റ് എന്ന രീതിയിലുമൊക്കെ അദ്ദേഹം നൽകിയിട്ടുള്ള സംഭാവനകൾ നമുക്കറിയാം. ഏത് സന്ദർഭത്തിലും നമ്മുടെ ഈ നാടിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി കളക്ടറേറ്റിലും മന്ത്രിമാരെയും മുഖ്യമന്ത്രിമാരെയും ഒക്കെ കണ്ട് കാര്യങ്ങൾ പറയുവാനും കഴിച്ചെടുക്കുവാനും അദ്ദേഹത്തിന് പ്രത്യേക താല്പര്യമായിരുന്നു. മണ്ഡലം പ്രസിഡന്റ് റിജു കുര്യൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പുതുപ്പള്ളി എം.എൽ.എ. ചാണ്ടി ഉമ്മൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. കൂടുതൽ കാലം നാടിനെ എന്റെ പൊതുപ്രവർത്തനം കൊണ്ട് സേവനം നടത്തിയ പൊതുപ്രവർത്തകനാണ്. പ്രസിഡന്റായും വൈസ് പ്രസിഡന്റുമായി ഒക്കെ പ്രവർത്തിച്ച വ്യക്തിത്വം. അദ്ദേഹം ഇലക്ഷൻ വിജയിക്കുന്നതിനൊപ്പം തന്നെ പരാജയപ്പെട്ടപ്പോൾ പോലും ആ പരാജയത്തിലും ഈ നാടിനെ ചേർത്ത് പിടിച്ച ഒരു മാതൃക പൊതുപ്രവർത്തകനാണ്. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ഓരോ പൊതുപ്രവർത്തകരും നമുക്ക് മാതൃകയാണ്. കാരണം ജയമുണ്ടാവും, ചിലപ്പോൾ പരാജയം ഉണ്ടാവും. അതിനൊന്നുമല്ല, നമ്മുടെ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുക, നമ്മുടെ കർത്തവ്യം. അതിപ്പോ ചിലപ്പോൾ വിജയം കിട്ടും, ചിലപ്പോൾ പരാജയമായിരിക്കും, ചിലപ്പോൾ ഫലമേ കാണത്തില്ല. അതൊന്നും നമ്മളെ തളർത്താതെ നമ്മൾ മുന്നോട്ട് പോകുന്നവരായി പൗലോസേട്ടൻ നമുക്ക് കാണിച്ചു തന്ന മാതൃക. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ മകനും പൊതുപ്രവർത്തന രംഗത്ത് വർഷങ്ങളായി, പതിറ്റാണ്ടുകളായി നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അതേ മാതൃക പിന്തുടരുവാൻ അശ്വരാജനും കഴിയട്ടെ. ഈ നാടിന് സേവനം ചെയ്യുവാനും ഈ നാടിന് ഒത്തിരി കാര്യങ്ങൾ ഇവിടുത്തെ പാവപ്പെട്ടവന് സാധാരണക്കാരന് നേടിക്കൊടുക്കാനും അദ്ദേഹം സാധിക്കട്ടെ. അദ്ദേഹവും DCC സെക്രട്ടറി ബേസിൽ പോൾ, മുൻ KPCC മെമ്പർ O. ദേവസി, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ജോയ് പൂണേലി, മുൻ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് KP വർഗീസ്, മുടക്കുഴ പഞ്ചായത്ത് പ്രസിഡന്റ് PP അവറാച്ചൻ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷൈമി വർഗീസ്, റെജി ഇട്ടുക്, റോയ് വർഗീസ്, എൽദോ ചെറിയാൻ, KP മാത്തുക്കുട്ടി, VC രവി, KI വർഗീസ്, AO മത്തായി, അശ്വരാജ് പോൾ, ഷിബു VP, ബെന്നി തോമസ് എന്നിവർ പ്രസംഗിച്ചു. കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ വേങ്ങൂരിന്റെ ഓരോ വികസന പ്രവർത്തനങ്ങളെ കുറിച്ചും ചർച്ച ചെയ്യുമ്പോൾ, വേങ്ങൂരിലെ റോഡുകളെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യുമ്പോൾ അദ്ദേഹം ചെയ്തിട്ടുള്ള സേവനങ്ങൾ, ഈ നാടിന് നടന്നിട്ടുള്ള സംഭാവനകൾ നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. 8 മീറ്റർ വീതിയുള്ള റോഡുകളുടെ ഒരു ചിത്രമെടുത്ത് വേങ്ങൂർ പഞ്ചായത്തിലെ റോഡുകൾ അദ്ദേഹം നേതൃത്വം കൊടുത്തുകൊണ്ട് വീതി കൂട്ടുന്ന കാര്യത്തിലൊക്കെ അദ്ദേഹം കാണിച്ചിട്ടുള്ള വ്യഗ്രത. നമ്മുടെ ഒരു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന കാലഘട്ടത്തിൽ 1995-2000 കാലഘട്ടത്തിൽ ഈ നാടിന് വേണ്ടി പഞ്ചായത്തുകളുടെ പണം എന്നുള്ളത് വളരെ ചുരുങ്ങിയ പണം മാത്രമുള്ള കാലഘട്ടത്തിൽ MP എന്ന നിലയിലും അതുപോലെ മറ്റു തരത്തിലുള്ള ഏജൻസികളിൽ നിന്നും അദ്ദേഹം ലഭിക്കാവുന്ന ധാരാളം ഫണ്ടുകൾ ഈ പഞ്ചായത്തിലേക്ക് അദ്ദേഹം കൊണ്ടുവരികയും ഈ നാടിന്റെ വികസനത്തിന് വേണ്ടി അദ്ദേഹം അക്ഷീണ പ്രയത്നം എന്നുള്ളത് ഒരു വലിയ താല്പര്യത്തോടു കൂടി ഈ നാടിന് വേണ്ടി പ്രവർത്തിച്ച വ്യക്തിത്വമായിരുന്നു എന്ന് പറയുമ്പോൾ ഒട്ടും മാറ്റി വയ്ക്കാനില്ല. ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ.
ചെയ്തു.